പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നേച്ചർ ലൈഫ് ടി വിയിലേക്ക് ഹാർദമായ സ്വാഗതം. നിങ്ങൾക്കും ഡോക്ടറാകാം, നിങ്ങളുടെ ഡോക്ടർ. കഴിഞ്ഞ 2 ദിവസങ്ങളായി ഞാൻ വളരെ വ്യത്യസ്തമായ ഒരു വിഷയത്തെക്കുറിച്ചാണ് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. ബോഡി ഡിസ്മോർഫിക് ഡിസോർഡർ. അത് പലർക്കും പുതിയ ഒരറിവാണ് എന്ന പ്രതികരണങ്ങളാണ് ഉണ്ടാകുന്നത്. രോഗമാണ് എന്നറിയാതെ അതിനുള്ളിൽ കുടുങ്ങിക്കിടന്ന് ചക്രശ്വാസം വലിക്കുകയാണ്, അല്ലായെങ്കിൽ ജീവിതത്തെ ദുരിതമയമാക്കുകയാണ് നമ്മുടെ നാട്ടിലെ ചെറുപ്പക്കാരിൽ നല്ലൊരു ശതമാനവും. ചെറുപ്പക്കാർ മാത്രമല്ല, മുതിർന്നവരും. അതുകൊണ്ട് തന്നെ വളരെ പ്രധാനപ്പെട്ട, വളരെ ആഴത്തിൽ സ്വാധീനം ചെലുത്തേണ്ട ഒന്നായിട്ട് ഈ വിഷയത്തിൻ്റെ വിശദാംശങ്ങൾ മാറിയിട്ടുണ്ട്. അവയെക്കുറിച്ച് അടുത്ത ദിവസങ്ങളിൽ സംസാരിക്കാമെന്നാണ് ഞാൻ കരുതുന്നത്. അതാവട്ടെ വളരെ പ്രാധാന്യമുള്ളതും വളരെ ശ്രദ്ധയോടെ അതുകൊണ്ട് തന്നെ ചെയ്യേണ്ടതുമാണ്. ഞാൻ കുറേ കൂടെ പഠിക്കാനും കുറേ കൂടെ കാര്യങ്ങളെ വിശദീകരിക്കാനും തയ്യാറാവേണ്ടതുണ്ട് എന്നുകൂടെ അർത്ഥമുണ്ട്. ഞാൻ എൻ്റെ തിരക്കുകൾക്കിടയിലും ആ ഒരു ഭാഗം കൂടുതൽ ശ്രദ്ധിക്കാനും പഠിക്കാനും തയ്യാറാവാം, നിങ്ങളോട് പറയാം. അവിടെ ഒരു കാര്യം എനിക്ക് പ്രത്യേകമായി നിങ്ങളോട് ആവശ്യപ്പെടാനുണ്ട്. എല്ലാ മാസവും 6-ാം തീയതി പാലക്കാട് അകത്തേത്തറയിലെ ശബരി ആശ്രമത്തിലാണ് ഞാൻ ഉണ്ടാകുക. നിങ്ങൾക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ 1-ാം തീയതി കാസർഗോഡ്, 2 കണ്ണൂർ, 3 വയനാട്, 4 കോഴിക്കോട്, 5 മലപ്പുറം, 6 പാലക്കാട്, 7 തൃശ്ശൂർ, അങ്ങനെ ഓരോ ജില്ലകളായിട്ട് 14-ാം തീയതി തിരുവനന്തപുരത്ത് എത്തുന്നു. സംഘാടകർ ഇല്ലാത്ത ചില ജില്ലകളിൽ ഞാൻ പോവാറില്ല. മറ്റെല്ലാ ജില്ലകളിലും കഴിയുന്നതും മുടങ്ങാതെ പോയിക്കൊണ്ടിരിക്കുകയാണ്. 6-ാം തീയതി പാലക്കാട് ശബരി ആശ്രമത്തിൽ ഒരു ചർച്ചയുണ്ടായി. പങ്കെടുത്തിരുന്നൊരു സ്ത്രീ പറഞ്ഞു, ഞാൻ ഈ പ്രകൃതി രീതികളിൽ ചില കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങിയതിന് ശേഷം എനിക്ക് നല്ല മാറ്റമാണ്, ഒരു പുതിയ സുഖമുണ്ട്, ഒരു പുതിയ സുഖം എനിക്ക് അനുഭവിക്കാൻ സാധിക്കുന്നുണ്ട്, യാതൊരു തരത്തിലുള്ള ആരോഗ്യ പ്രയാസങ്ങളും ഇല്ല. ഞാൻ എല്ലാവരോടും പറഞ്ഞു, ഇത് നല്ല സുഖമാണ്, ചെറിയ കാര്യങ്ങൾ ചെയ്താൽ മതി. അവരെല്ലാം എന്നെ കളിയാക്കുകയാണ്. അതുകൊണ്ട് ഞാനിപ്പോൾ ആരോടും പറയാറില്ല. ഇത് പലരും പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. നമ്മൾ പറഞ്ഞാൽ ബാക്കിയുള്ളവർ അംഗീകരിക്കില്ല, നമ്മൾ പറഞ്ഞാൽ ബാക്കിയുള്ളവർ അനുസരിക്കില്ല, കേൾക്കില്ല, നമ്മളെ കളിയാക്കും. ഇപ്പോൾ നമ്മൾ ഈ പരിപാടി കേൾക്കുന്ന നിരവധി ആളുകളും ഇത്തരം അനുഭവങ്ങളുള്ളവരായിരിക്കും, ഈ നിലപാടുള്ളവരായിരിക്കുമെന്ന് ഞാൻ ഊഹിക്കുന്നു. അത് ശരിയാണോ? നമുക്ക് കിട്ടിയ ഒരു തിരിച്ചറിവ് അതില്ലാത്തവരിലേക്ക് പകരുക എന്നുള്ളത് നമ്മുടെ ദൗത്യമാണ്. അവരത് സ്വീകരിക്കുമോ ഇല്ലയോ എന്നുള്ളത് വേറൊരു കാര്യമാണ്. അത് അവരുടെ തലവിധിയാണ്. സ്വീകരിച്ചാൽ അവർക്ക് നല്ലത്, നമുക്കെന്താ മെച്ചം? അവരത് സ്വീകരിച്ചു എന്ന് കരുതി നമുക്കെന്ത് മെച്ചം? സ്വീകരിച്ചില്ല എന്ന് കരുതി എന്ത് നഷ്ടം? അവർ നിനക്ക് വട്ടാണ്, ആകെ ഒരു ജീവിതമുള്ളൂ, അത് അടിച്ചു പൊളിച്ച് ജീവിക്കണമെന്നൊക്കെ പറയുമ്പോൾ നിങ്ങളെന്തിനാണ് അതിൽ വേവലാതി പിടിക്കുന്നത്? അവർക്കതിനുള്ള യോഗമില്ല. പക്ഷേ അവരുടെ ജീവിതം വഴിമുട്ടുമ്പോൾ, ഇടിച്ചു നിൽക്കുമ്പോൾ മുന്നോട്ട് പോകേണ്ടത് എങ്ങനെയാണ്, എന്ത് ചെയ്തിട്ടും മാറാത്ത തരത്തിൽ രോഗങ്ങൾ വേട്ടയാടുമ്പോൾ തീർച്ചയായും അവർ നിങ്ങൾ പറഞ്ഞത് ഓർക്കും, അന്നവർക്ക് രക്ഷയാകും. ഞാൻ 25 കൊല്ലം മുമ്പെടുത്ത ക്ലാസ്സിൽ പങ്കെടുത്തിട്ടുണ്ട് സാറേ, പക്ഷെ അന്നൊന്നും ചെയ്യാൻ തോന്നിയില്ല. അങ്ങനെ പലയിടത്തും കറങ്ങിത്തിരിഞ്ഞ് പല കാലം കഴിഞ്ഞ്
രക്ഷയില്ല എന്നായപ്പോൾ, മാറില്ല എന്നായപ്പോൾ വരുന്ന ആളുകളെയൊക്കെ ഞാൻ നിരന്തരം കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇന്നലെ എറണാകുളത്ത് നോർത്ത് റെയിൽവേ സ്റ്റേഷനടുത്തുള്ള SRM റോഡിൽ അച്ചംവീട് ലൈനിൽ അഡ്വക്കേറ്റ് ML ജോർജ് വലിയൊരു പോരാളിയാണ്. സാമൂഹ്യ വിഷയങ്ങൾ ഏറ്റെടുത്ത് പ്രത്യേകിച്ചും കുട്ടികളെ ലീഗലായിട്ടുള്ള കാര്യങ്ങൾ പഠിപ്പിക്കാനുള്ള പദ്ധതികൾ തയ്യാറാക്കി അങ്ങനെ വലിയ പ്രവർത്തനങ്ങൾ നടത്തുന്ന ഒരാളാണ്. അദ്ദേഹം നല്ലൊരു ചിത്രകാരനാണ്. അദ്ദേഹത്തിൻ്റെ വീട് തന്നെ ഒരു മാസ്റ്റർ പീസാണ്. 18 കൊല്ലം മുമ്പ് അന്തരിച്ച അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ ഓർമ്മയ്ക്കായിട്ട് അദ്ദേഹം മികച്ച സ്കൂളിനൊരു അവാർഡ് കൊടുക്കുന്നുണ്ട്. അത് എളമക്കരയിലെ ഗവൺമെൻറ് സ്കൂളിനാണ് ആ അവാർഡ് കിട്ടിയത്. അപ്പോൾ അവിടുത്തെ അഡ്മിനിസ്ട്രേറ്റേഴ്സും PTA പ്രസിഡൻറ്റും പിള്ളേരും കുട്ടികളൊക്കെ വന്നിരുന്നു. അഡ്മിനിസ്ട്രേറ്റർ ദുർഗാദേവി ടീച്ചറാണ്. ടീച്ചർ എന്നെ കണ്ട ഉടനെ വളരെ സന്തോഷമായിട്ട് വന്നു. പറഞ്ഞു, ഞാൻ വർഷങ്ങൾക്ക് മുമ്പ് ചേന്നമംഗലത്ത് സാറെല്ലാം നടത്തിയ യൂത്ത് ക്യാമ്പിൽ പങ്കെടുത്തിട്ടുണ്ട്. ഞാനന്ന് ഭാരതമാതാ കോളേജിൽ പഠിക്കുകയായിരുന്നു. ഏതാണ്ട് 25-30 കൊല്ലങ്ങളും ആയിട്ടുണ്ടാവും. അപ്പോൾ അന്ന് പറഞ്ഞ കാര്യങ്ങൾ ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. എനിക്ക് വളരെ സഹായകമായിരുന്നു അത്. ജസ്റ്റിസ് CN രാമചന്ദ്രൻ അദ്ദേഹം ഉണ്ടായിരുന്നു പരിപാടിക്ക്. അപ്പോൾ വളരെയേറെ സന്തോഷം തന്നൊരു കാര്യമാണ്. അതിനുശേഷം ഇന്നേ വരെ ദുർഗാ ടീച്ചറുമായിട്ട് എനിക്ക് യാതൊരു ബന്ധം ഉണ്ടായിട്ടില്ല, കണ്ടിട്ടില്ല, ഞങ്ങൾ തമ്മിൽ ഒരു കമ്മ്യൂണിക്കേഷനും ഇല്ല. പക്ഷേ വിതയ്ക്കുന്ന വിത്തുകൾ ഒരിക്കലും വെറുതെ ഇരിക്കുന്നില്ല. അനുകൂലമായ സാഹചര്യവും നല്ല വെള്ളവും വെളിച്ചവും ഒക്കെ കിട്ടുമ്പോൾ അത് മുളയ്ക്കും. മുളച്ചു കഴിഞ്ഞാലും നമ്മളത് അറിയണമെന്നില്ല, കായായാലും അറിയണമെന്നില്ല, അനേകം ആളുകൾക്ക് തൃപ്തിയാകുന്നതും നമ്മൾ അറിയണമെന്നില്ല. അതുകൊണ്ട് നമുക്ക് കിട്ടുന്ന ഒരു നല്ല വിവരം, നല്ലൊരു തിരിച്ചറിവ്, നല്ലൊരു ഗുണം അത് നമ്മിൽ ഒതുക്കി വയ്ക്കേണ്ടതല്ല, മറ്റുള്ളവരിലേക്ക് പകരേണ്ടതാണ്. ബൈബിളിൽ വിത്ത് വിതയ്ക്കുന്നവൻ്റെ ഉപമയുണ്ട്. വിത്തും കൊണ്ട് പോകുമ്പോൾ ചോർന്ന് കുറേ വഴിയിൽ വീണു, കുറച്ച് മുൾച്ചെടികൾക്കിടയിൽ വീണു, കുറച്ച് പാറപ്പുറത്ത് വീണു, കുറച്ച് കൃഷിസ്ഥലത്തെത്തി. വഴിയിൽ വീണത് മുളയ്ക്കാനായിട്ട് കഴിഞ്ഞില്ല, ആളുകൾ ചവിട്ടി മെതിച്ച് അവ നശിഞ്ഞു. മുൾച്ചെടികൾക്കിടയിൽ വീണത് മുളച്ചു, പക്ഷേ അതിന് ഉയരാനായില്ല, മുൾച്ചെടികൾ അതിനെ തെക്കിക്കളഞ്ഞു. പാറപ്പുറത്ത് വീണത് കിളികൾ കൊത്തിത്തിന്നു. വയലിൽ ശരിയായി വീണത് മുളച്ച് ഫലം നൽകി. ഇതുപോലെയാണ് നമ്മൾ പറയുന്ന ആശയങ്ങളും. അത് വഴിയിൽ വീഴും, ദുഷ്ടജീവികളുടെ ദുഷ്ടമനുഷ്യരുടെ ഇടയിൽ ചെന്ന് വീഴും, വളരാൻ വേരിറക്കാൻ കഴിയാത്ത കൊടും വേനലുള്ള പാറപ്പുറത്ത് വീഴും, അത് വല്ലവരുമൊക്കെ ദുഷിപ്പിച്ച് തട്ടിക്കൊണ്ടുപോയി. അപ്പോൾ അവസാനം അനുയോജ്യമായത്, യോഗമുള്ളത് നല്ല വയലിൽ വീഴുമെന്ന് പറഞ്ഞതുപോലെ നമ്മളീ പറയുന്നത് കേൾക്കുന്ന എല്ലാവരും നമ്മളെ അനുസരിക്കണമെന്നോ നമ്മൾ പറയുന്നത് സ്വീകരിക്കണമെന്നോ ഒന്നും വാശി പിടിക്കണ്ട. നടുന്ന എല്ലാ ചെടികളും മുളയ്ക്കണമെന്നില്ല എന്ന് കരുതി ചെന്ന് വേര് പിടിച്ചോ എന്ന് പൊക്കി നോക്കുന്ന ഒരു ശൈശവ ബാലിശത്വം നമ്മൾ കാണിക്കുകയും വേണ്ട. അപ്പോൾ നമുക്ക് പറയാനുള്ളത് നമുക്ക് പറയുക, നൽകാനുള്ളത് നൽകുക. അവരുടെ യോഗമാണ് അത് സ്വീകരിക്കാൻ ഭാഗ്യമുണ്ടോ എന്നുള്ളത്. അപ്പോൾ നമ്മുടെ ഈ യൂട്യൂബ് ചാനൽ, നേച്ചർ ലൈഫ് TV യൂട്യൂബ് ചാനലിന് ഒരു പ്രത്യേകതയുള്ളത്, മാസം നല്ലൊരു തുക വരുമാനം ഉണ്ടായിരുന്നതാണ് ഇത് കാണുന്നവരുടെ എണ്ണം കൂടുന്നതനുസരിച്ച്. പക്ഷേ അനാരോഗ്യകരമായ പരസ്യങ്ങൾ ഇതിൽ ഇടയ്ക്ക് യൂട്യൂബ് കയറ്റും. അപ്പോഴാണ് അതിൽ നിന്ന് വരുമാനം ഉണ്ടാകുക. ചില പരസ്യങ്ങൾ, ജംഗ്ലി റമ്മി അങ്ങനെയൊക്കെയുള്ള പരസ്യങ്ങൾ വന്നപ്പോൾ ഞാൻ എൻ്റെ സുഹൃത്തിനോട് പറഞ്ഞു, വേണ്ട, ഗൂഗിളിൻ്റെ 50,000 1,00,000 ഒന്നും നമുക്ക് വേണ്ട, മാസം കിട്ടുന്ന വരുമാനം വേണ്ട എന്ന് വെച്ചുകൊണ്ടാണ് പരസ്യങ്ങളിടാതെ ഇത് നടത്തിക്കൊണ്ടിരിക്കുന്നത്.
യൂട്യൂബ് പോളിസി മാറ്റുന്നു എന്ന് പറയുന്നു, നമ്മൾ കാശ് വേണ്ടാന്ന് പറഞ്ഞാൽ അവർ പരസ്യം കയറ്റുമെന്നൊക്കെ പറയുന്നു. അത് അങ്ങനെയൊക്കെ വരുള്ളൂ അവരുടെ. അന്നേരം വേണമെങ്കിൽ ആലോചിക്കാം എന്താണ് ചെയ്യേണ്ടതെന്ന്. അപ്പോൾ നിങ്ങൾ കേൾക്കുന്നവരുടെ പൂർണ്ണമായ ആരോഗ്യം, സുഖകരമായ ആനന്ദകരമായ ജീവിതം, ആ ലക്ഷ്യത്തിലാണ് നമ്മളിത് ചെയ്യുന്നത്. ഇത് കണ്ട് നിങ്ങളിൽ ആരെങ്കിലും നേച്ചർ ലൈഫ് ഹോസ്പിറ്റലിലേക്ക് ചികിത്സയ്ക്ക് വരികയോ തിരുവനന്തപുരത്ത് തൈക്കാടുള്ള ഗാന്ധി ഭവനിലെ പ്രകൃതി ഹോട്ടലിലും കൊല്ലത്ത് ആശ്രമം മൈതാനത്തിന് തൊട്ടുകിടക്ക് ആയുർവേദ കോംപ്ലക്സിൽ ജില്ലാ പഞ്ചായത്തുമായി സഹകരിച്ചുകൊണ്ട് ഞങ്ങൾ നടത്തുന്ന ഊട്ടുപുര പ്രകൃതി ഹോട്ടലിലും നിങ്ങൾ ചെല്ലുകയാണെങ്കിൽ, അല്ലെങ്കിൽ നേച്ചർ ലൈഫ് പ്രൊഡക്ട്സും നേച്ചർ ലൈഫ് ബുക്സും ഒക്കെ വാങ്ങി വായിക്കുകയാണെങ്കിൽ അപ്പോൾ ഒരു വരുമാനം ഉണ്ടാവില്ലേ? ഭയങ്കര വരുമാനമാണ്. ഞാൻ പുതിയൊരു സെൻറ്ററിനൊരു ലോണിന് വേണ്ടി ഇത്രയും കാലം എൻ്റെ അക്കൗണ്ട് സൂക്ഷിക്കുന്ന ആക്സിസ് ബാങ്കിൽ അവരിങ്ങോട്ടുകൂടെ പറഞ്ഞിട്ട് ഞാൻ ലോണിന് ചെന്നതാണ്. അവരെൻ്റെ ഓഡിറ്റ് അക്കൗണ്ട്സ് എല്ലാം പരിശോധിച്ചിട്ട് പറഞ്ഞ് ലോൺ തരാൻ പറ്റില്ല എന്ന് പറഞ്ഞു. സാറിന് വേണ്ടത്ര വരുമാനമില്ല, ലാഭമില്ല, വരുമാനമൊക്കെയാണ്, ലാഭമില്ല. പിന്നെ വരുമാനം സ്റ്റഡിയല്ല, അതുകൊണ്ട് ലോൺ തരാൻ പറ്റില്ല എന്ന് പറഞ്ഞു. 10-25 കൊല്ലം ഞാൻ ആശുപത്രി നടത്തുന്നു, 30 കൊല്ലമായിട്ട് ഹോട്ടൽ നടത്തുന്നു, 35-40 കൊല്ലമായിട്ട് പ്രൊഡക്ട്സ് വിൽക്കുന്നു. ഇതാണ് എൻ്റെ ബാക്കി പത്രം. ഒരു രോഗിയോട് നിങ്ങൾ എൻ്റെ ചികിത്സാലയത്തിൽ വന്നാൽ നിങ്ങളെ പഠിപ്പിച്ചു തരികയാണ് രോഗം മാറ്റേണ്ട വിധം, രോഗം ഇല്ലാതെ ജീവിക്കാനുള്ള വഴികൾ. എനിക്ക് വേണമെങ്കിൽ അത് ചെയ്യാതിരിക്കാമായിരുന്നു. ആളുകളത് ആവശ്യപ്പെട്ടിരുന്നുമില്ല. ഞാനതെല്ലാം മറച്ചു വെച്ച് കുറച്ച് സൂത്രപ്പണികൾ കൂടെ കാണിച്ച് ഏതെങ്കിലും ഒരു മരുന്ന് പോലുള്ള കാര്യങ്ങളൊക്കെ നിർദ്ദേശിച്ചൊക്കെ ആയിരുന്നു, അല്ലെങ്കിൽ തന്നുകൊണ്ടായിരുന്നെങ്കിൽ എനിക്ക് നിരന്തരമായി ഒരു രോഗികളുടെ ഫ്ലോ, നിരന്തരമായി ആളുകളെ ചികിത്സിച്ചുകൊണ്ടേയിരിക്കുകയായിരുന്നു. എല്ലാ കൊല്ലവും വരണം കേട്ടോ, ചെയ്യുന്നത് നല്ലതാണ്, പക്ഷെ ഞങ്ങൾ അങ്ങനെയൊന്നും പറയാറില്ല. ഒരിക്കൽ വന്ന് 10 ദിവസം 15 ദിവസം നിന്ന് ഇത് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ പോയി സ്വയം ചെയ്യുക. ദിവസേന ക്ലാസ് എടുത്ത് നമ്മൾ പഠിപ്പിക്കുന്നു. ഞങ്ങളുടെ ഓരോ സെൻറ്ററിലുമുള്ള തിരുവനന്തപുരം തുടങ്ങി കോഴിക്കോട് വരെയുള്ള 7 സെൻറ്ററുകളിലും ദിവസേന ക്ലാസ്സുകൾ എടുക്കുന്നു ഞങ്ങളുടെ ഡോക്ടർമാർ. ഏത് സംശയവും രോഗികൾക്ക് ചോദിക്കാം. ഒരു മരുന്നും പെട്ടെന്ന് നിർത്തുകയില്ല, സാവധാനം കുറച്ച് നിങ്ങളോട് കൂടി സംസാരിച്ച് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിലുള്ള ഭക്ഷണക്രമത്തിലേക്കാണ് വരുന്നത്. പട്ടിണി ഇല്ല അവിടെ. പക്ഷെ അതെല്ലാം ഒന്ന് മാറ്റി വേറൊരു രൂപത്തിലാക്കിയാൽ എനിക്ക് കോടാനുകോടികൾ ഉണ്ടാക്കാൻ സാധിക്കുമായിരുന്നു. അല്പം ഫുഡ് സപ്ലിമെൻ്റ് വിൽക്കാൻ തുടങ്ങിയാൽ മതിയായിരുന്നു. ഞെട്ടിപ്പിക്കുന്ന വരുമാനം ഉണ്ടാക്കാൻ കഴിയുമായിരുന്നു. കോടീശ്വരനായി ഇങ്ങനെ ജീവിക്കായിരുന്നു. അതല്ല എൻ്റെ ദൗത്യം. ആളുകൾ സ്വീകരിക്കുമോ ഇല്ലയോ എന്നതുപോലും തലവേദനയായിട്ട് എടുക്കുന്നില്ല. എനിക്ക് ചെയ്യാൻ കഴിയുന്ന നല്ല കാര്യങ്ങൾ ചെയ്യുക. സ്വീകരിക്കാനുള്ള ഭാഗ്യമുള്ളവർ സ്വീകരിക്കട്ടെ, കണ്ണുള്ളവർ കാണട്ടെ, കാതുള്ളവർ കേൾക്കട്ടെ. ആ ഒരു തലത്തിലേക്ക് നമ്മളെല്ലാവരും വരണം. അതിലെനിക്ക് നിങ്ങളോട് പ്രത്യേകമായി അഭ്യർത്ഥിക്കാനുള്ളത്, അടുത്ത ദിവസങ്ങളിൽ വളരെ പ്രത്യേകമായി തന്നെ ചില കാര്യങ്ങൾ നിങ്ങളിലേക്ക് തരാനാണ് ആഗ്രഹിക്കുന്നത്. നേച്ചർ ലൈഫ് TV-യിൽ കാര്യങ്ങൾ പറയുന്നതിൻ്റെ രീതി ഒന്നുകൂടെ മാറ്റാൻ ആലോചിക്കുന്നുണ്ട്. നിങ്ങളുടെ നിർദ്ദേശങ്ങൾ, അഭിപ്രായങ്ങൾ അത് വളരെ പ്രധാനപ്പെട്ടതാണ്. കമൻറ്റുകളിൽ എഴുതാം, വാട്സപ്പിൽ വിശദമായി അറിയിക്കാം. എൻ്റെ ഫോൺ നമ്പറും നിങ്ങളുടെയൊക്കെ കയ്യിലുണ്ടല്ലോ. നമ്മുടെ ഏത് സെൻറ്ററിൽ വിളിച്ചാലും എൻ്റെ ഫോൺ നമ്പർ കിട്ടും. കാര്യമായുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് വിളിച്ച് പറയാം. പലപ്പോഴും പലരും രോഗങ്ങൾക്ക് എന്താ ചെയ്യേണ്ടതെന്നും ഒക്കെ ചോദിക്കാറുണ്ട്. കഴിയുന്നതും ഞാൻ പറഞ്ഞു കൊടുക്കാൻ കഴിയുമെങ്കിൽ. കാരണം പലപ്പോഴും പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ ഈ ആളെക്കുറിച്ച് കൃത്യമായ വിവരമില്ലാതെ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ കൂടുതൽ ഉപദ്രവമാണ് ഉണ്ടാകുക. അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമാണ് നേരിട്ട് ഏതെങ്കിലും നമ്മുടെ സെൻറ്ററിൽ വന്ന് ഡോക്ടർമാരെ കണ്ട് സംസാരിക്കാൻ പറയുക. ഒറ്റ അഭ്യർത്ഥനയേ ഉള്ളൂ. രാത്രി ഒരു 10 മണിക്ക് ശേഷവും രാവിലെ ഒരു 5 മണിക്ക് മുമ്പും വിളിക്കരുത്. അതേപോലെ
ക്ലാസ്സുകളിലൊക്കെ ആണെങ്കിൽ എനിക്ക് ഫോൺ എടുക്കാൻ പറ്റിയെന്ന് വരില്ല. നിരന്തരമായി വിളിക്കേണ്ട കാര്യമില്ല. ഒരിക്കൽ വിളിച്ചാൽ കഴിയുന്നതും പരമാവധി ഞാൻ തിരിച്ചു വിളിക്കാറുണ്ട്. അപ്പോൾ എനിക്ക് പ്രത്യേകമായി അഭ്യർത്ഥിക്കാനുള്ളൊരു കാര്യം, ഈ ദിവസങ്ങളിൽ നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നത് ബോഡി ഡിസ്മോർഫിക് ഡിസോർഡർ തുടങ്ങിയിട്ട് അതേപോലെ രോഗങ്ങളാണെന്ന ആളിൽ തിരിച്ചറിയാതെ കൊണ്ടു നടക്കുന്ന ആധുനിക ജീവിതത്തിൻ്റെ കെണികൾ, അതിൻ്റെ വിശദീകരണങ്ങളാണ്. അപ്പോൾ അതിൽ ഈ കോസ്മെറ്റിക് സർജറി പോലുള്ളതിൻ്റെ സൈഡ് എഫക്ട്സ്, അതിനുവേണ്ടി മനുഷ്യർ ചെലവാക്കുന്ന തുക, അതുകൊണ്ടുണ്ടാകുന്ന ഈ നെയിൽ പോളിഷ്, ലിപ്സ്റ്റിക്ക്, മസ്കാര, പീലിംഗ് ഓഫ് ദി സ്കിൻ, ഇതൊക്കെ പീൽ ചെയ്ത് കളഞ്ഞ ഇങ്ങനെയുള്ള കാര്യങ്ങൾ, ആരും പറഞ്ഞു കേൾക്കാത്ത കുറേ കാര്യങ്ങൾ, അതിൻ്റെ വിവിധങ്ങളായ ഭാഗങ്ങൾ നിങ്ങളോട് സംസാരിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അത് കേൾക്കേണ്ടത് വാസ്തവത്തിൽ നമ്മുടെ യുവതലമുറയാണ്, കുട്ടികളാണ്. കുട്ടികളോട് സംസാരിക്കാൻ എനിക്കിപ്പോൾ സാധ്യത വളരെ കുറവാണ്. സമയത്തിൻ്റെ പ്രയാസങ്ങളുണ്ട്. പക്ഷേ ഏത് സ്കൂൾ വിളിച്ചാലും കുട്ടികളോട് സംസാരിക്കാനുള്ള ക്ഷണങ്ങൾ പരമാവധി ഞാൻ ഉപയോഗിക്കാറുണ്ട്. LP സ്കൂളിൽ വിളിച്ചാലും പോവാറുണ്ട്. കാര്യമായിട്ടാരും പോവാത്ത ചെറിയ ചെറിയ മീറ്റിങ്ങുകളിലും സമയം കണ്ടെത്താൻ കഴിയുമെങ്കിൽ പരമാവധി ഞാൻ പോവാറുണ്ട്, ഒഴിവാക്കാറില്ല. നമ്മളെല്ലാവരും കൂടി ചേർന്ന് നമ്മുടെ പുതിയ തലമുറയെ രക്ഷിക്കാൻ ശ്രമിക്കണം. അവരിലേക്ക് ഈ കാര്യങ്ങൾ, അവരെ എങ്ങനെയാണ് ഈ കോസ്മെറ്റിക് ഇൻഡസ്ട്രി, സെക്സ് ഇൻഡസ്ട്രിയുടെ കീഴിലാണ്, അവരുടെ ഒരു ഉപകരണമാണ് കോസ്മെറ്റിക് ഇൻഡസ്ട്രി. ഇന്നലെ കോടന്നൂർ നേച്ചർ ലൈഫിൽ ക്ലാസ് എടുക്കുമ്പോൾ ഒരാൾ അത്ഭുതത്തോടെ ചോദിക്കുകയുണ്ടായി, സെക്സ് ഇൻഡസ്ട്രിയോ, അതെന്താണ് സാറേ? ആളുകൾക്ക് ഇതൊന്നും കൂടുതൽ അറിയില്ല. നമ്മളിതെല്ലാം അറിയാമെന്നുള്ളൊരു ധാരണയിലാണ് പലപ്പോഴും സംസാരിക്കുന്നത്. അപ്പോൾ കഴിയുന്നത്ര എനിക്കൊരു അപേക്ഷയുള്ളത്, നമ്മുടെ പരിപാടി ദിവസേന കാണുന്ന നിരവധി ആളുകളുണ്ട്. അവർ ഒരാൾ 10 പേരെയെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യിപ്പിക്കണം. നിങ്ങളുടെ ചാനലുകളിലേക്ക് നിങ്ങൾക്കിതെടുത്ത് കൊടുക്കാം. കോപ്പി റൈറ്റ് ഇല്ല, നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. അതേപോലെ നിങ്ങളുടെ വാട്സപ്പിലേക്ക് നിങ്ങൾക്ക് ഇട്ട് നിങ്ങളുടെ ഗ്രൂപ്പുകളിൽ, പല ഗ്രൂപ്പുകളിലേക്ക്, നിങ്ങൾക്ക് സ്വാധീനമുള്ള ഗ്രൂപ്പുകളിലേക്ക് അയച്ചു കൊടുക്കാം. നിങ്ങൾ ധാരാളം ആളുകളോട് സംസാരിക്കുക, നമ്മുടെ ചാനൽ കാണാൻ പ്രേരിപ്പിക്കുക. 100 പേരോട് 1000 പേരോട് പറയുമ്പോൾ 10 പേരായിരിക്കും രക്ഷപ്പെടുന്നത്. അത് ചെറിയൊരു കാര്യമല്ലല്ലോ. ഒരു പ്രയാസമില്ലാത്ത ഒരു ശ്രമം കൊണ്ട് ഒരാളെയെങ്കിലും നമുക്ക് നമ്മുടെ ജീവിതത്തിൽ രക്ഷിക്കാൻ സാധിക്കുന്നത് ചെറിയൊരു കാര്യമല്ല. അതുകൊണ്ട് എല്ലാവരും ഒന്ന് ആത്മാർത്ഥമായി പരിശ്രമിക്കണം. ജനകീയമായി നമ്മൾ നടത്തുന്ന ഒരു ആരോഗ്യ പ്രവർത്തനത്തിന് ഫണ്ടുകളില്ല. ഇപ്പോൾ നമ്മുടെ യൂട്യൂബ് ചാനൽ ഓരോ പരിപാടിയും കാണുന്നത് ലിമിറ്റഡായ ആളുകളാണ്. അതേസമയം ശുദ്ധ വിഡ്ഢിത്തം പറയുന്ന, ജനങ്ങളെ മനഃപൂർവ്വം രോഗികളാക്കാൻ വേണ്ടി സംസാരിക്കുന്ന പലരുടെയും, പല ഡോക്ടർമാരുടെയും ചാനലുകൾ ലക്ഷക്കണക്കിന് ആളുകളാണ് കാണുന്നത്. അതിന് കാര്യമുണ്ട്. അവർ ഓരോ വീഡിയോ ചെയ്യുമ്പോഴും അതിൽ ഗൂഗിളിന് കാശ് കൊടുത്ത് കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കാനുള്ള പരിശ്രമങ്ങൾ നടത്താൻ അവരുടെ തന്നെ മരുന്ന് കമ്പനികൾ പുറകിലുണ്ട്. ഓരോ വീഡിയോയ്ക്കും ലക്ഷങ്ങൾ മുടക്കിയാൽ ഗൂഗിൾ സെർച്ച് എൻജിൻ അത് കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കും. ഇപ്പോൾ നമ്മുടെ ഓരോ വീഡിയോയും 1,00,000 രൂപ കൊടുത്താൽ അത് പല ലക്ഷം ആളുകളിലേക്ക് ഗൂഗിൾ അയച്ചു കൊടുക്കും. കുറേ പേരത് കാണും. എൻ്റെ വീഡിയോ കാണുമ്പോൾ ചിലർ അശാസ്ത്രീയമാണ് എന്ന് പറഞ്ഞ് നിർത്തിപ്പോകും. മറ്റ് ഡോക്ടർമാരുടെ കച്ചവട തട്ടിപ്പ്, കച്ചവട ശാസ്ത്രം അത് ഗംഭീരമായി സ്വീകരിക്കപ്പെടുന്നതാണ്. അതുകൊണ്ട് ഭയങ്കര കാര്യമാണെന്ന് കരുതി ഭയഭക്തി ബഹുമാനത്തോടെ ഇരുന്ന് കേൾക്കും. അപ്പോൾ അതുപോലെ കാശ് കൊടുത്തത് പ്രൊമോട്ട് ചെയ്യാൻ നമുക്ക് സാധിക്കില്ല. അതുകൊണ്ട് കൂടെ നിങ്ങൾ ഓരോരുത്തരുടെയും ശ്രമം വേണം. മറ്റൊരു കാര്യമുള്ളത്, ചിലർ പറയാറുണ്ട്, ഇപ്പോൾ സാറിൻ്റെ വീഡിയോ ഒന്നും കാണാനില്ലല്ലോ. നിങ്ങൾ കാണുന്ന നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യുകയും
എന്തെങ്കിലും കമൻറ്റുകൾ ചെയ്യുകയും ചെയ്യുന്നില്ല എങ്കിൽ നിങ്ങൾക്കിതിൽ വലിയ താല്പര്യമില്ല എന്നുള്ള ഒരു തീരുമാനമെടുത്ത് ഗൂഗിൾ സെർച്ച് എൻജിൻ അത് നിങ്ങൾക്ക് പിന്നെ അയക്കുന്ന കാര്യത്തിൽ മടി കാണിക്കും, അയക്കില്ല. അതുകൊണ്ട് പ്രതികരണമില്ലാത്ത കാഴ്ചക്കാരെ ഗൂഗിളിൻ്റെ സെർച്ച് എൻജിൻ പ്രോത്സാഹിപ്പിക്കുന്നില്ല. അതുകൊണ്ട് പ്രതികരിക്കണം. എന്തെങ്കിലും ഒരു കമൻറ്റ്, ഒരു ലൈക്ക്, ഷെയർ ചെയ്യാൻ പറ്റിയാൽ നന്നായി. പക്ഷെ പലർക്കും ഷെയർ ചെയ്യാൻ അറിയില്ല. അത് ഞാൻ ഈ കഴിഞ്ഞ ദിവസം മനസ്സിലാക്കിയതാണ്. ഗൂഗിൾ കാണാനറിയാം, പക്ഷെ ഷെയർ ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് അറിയില്ല. അത് ഇവിടെ ഒന്ന് കാണിക്കാം. ഷെയറിംഗ് ബട്ടണുണ്ട്. ആ ബട്ടണിൽ അമർത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തിലേക്കാണ് ഷെയർ ചെയ്യേണ്ടത്, നിങ്ങളുടെ വാട്സപ്പിലാണോ, നിങ്ങളുടെ യൂട്യൂബിലാണോ, മെയിലിലാണോ, അങ്ങനെയുള്ള ഐക്കണുകൾ താഴെ വരും. അതിൽ നിങ്ങളുടെ വാട്സപ്പെങ്കിലും വാട്സപ്പ് ടച്ച് ചെയ്തിട്ട് സാധാരണക്കാരിൽ സാധാരണക്കാരായ നമ്മൾ ഒരുമിച്ച് ചേർന്നാണ് ഇത് ജനങ്ങളിലേക്ക് എത്തിക്കുന്നത്. പഠിച്ചവർ അവർ കച്ചവടശാസ്ത്രത്തിൻ്റെ പണസമ്പാദനത്തിൻ്റെ വഴിയിലാണ് കൂടുതൽ ആളുകളും ഉണ്ട്. അടുത്ത ദിവസങ്ങളിൽ, കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ സൗന്ദര്യത്തെക്കുറിച്ച് നമ്മൾ ചെയ്ത ആ വീഡിയോകൾ തുടങ്ങി നിങ്ങൾ ഒന്ന് കഴിയുന്നത്ര ആളുകളിലേക്ക് എത്തിക്കുക. നാളെ നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.